നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ബ്ലൂബെറീസ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കുപ്പിയിലാക്കാൻ പോകുക. വെറുതെ അല്ല കുപ്പിയിലാക്കുന്നത്, ജാമായിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു 3-4 കിലോ ബ്ലൂബെറിയുടെ അടുത്തുണ്ടായിരുന്നു. ഒരു ഏകദേശം പറഞ്ഞാണ്, നമ്മൾ തൂക്കി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഏകദേശം ഒരു 3/4 കിലോ പഞ്ചസാരയോളം ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാരയെ ആഡ് ചെയ്തുള്ളൂ. പിന്നെ അത് കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഹൈ ഫ്ലെയിം ആയാൽ അത് ഒത്തിരി പൊട്ടിത്തെറിക്കാനും നമ്മുടെ കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് വെക്കുമ്പോൾ തൊട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല കുഴിയുള്ള ഒരു പാത്രവും പിന്നെ നല്ല നീട്ടമുള്ള ഒരു തവിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ അത്രയും പൊള്ളാതെ ഇരിക്കും. പിന്നെ ഇതിനകത്തേക്കൊരു ഹാഫ് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ബ്ലൂബെറിയിൽ നിന്ന് ഇറങ്ങി വന്ന ജ്യൂസാണ്. നല്ല കളറാണ് ഇതിന്, കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ക്ഷീണമൊന്നും അറിയത്തില്ല. ഇതിങ്ങനെ കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് ഇത് കാണാനുള്ള ഭംഗി കൂടി വരും. കളറെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളറാണ്. ഇപ്പോൾ ഇത് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇത് ഫുൾ സ്ഥലത്തും പൊട്ടിത്തെറിച്ചു. നല്ല കളറായിട്ടുണ്ട് എല്ലായിടത്തും. എൻ്റെ കൈയും കുറേ പൊള്ളിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നടുവിലൂടെ ഒന്ന് വരച്ച് നോക്കണം. അപ്പം അത് തിരിച്ച് ആ നടുവിലേക്ക് തന്നെ ഒഴുകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏകദേശം കുറുകി സെറ്റായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ജാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുത്ത ബ്ലൂബെറിയുടെ 4/1 ഭാഗമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഹെവി തിക്നെസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം കുറുക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം നിന്ന് ഇളക്കിയിട്ടാണ് അത് ഇത്രയും തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നത്. രാത്രിയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെച്ചിരുന്നു. എന്നിട്ട് രാവിലെയാണ് അതൊരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. ഇതുപോലൊരു കണ്ടെയ്നറും പിന്നെ വേറൊരു ചെറിയ ജാറിലും കൂടെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കിലോയോളം വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, എല്ലാവരും പോയി കാണാം.